നമസ്കാരം. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടം. രക്ഷാപ്രവർത്തനം വൈകിയില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് മുമ്പ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നുമില്ലായിരുന്നുവെന്ന് ജോൺ വി സാമുവൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സമഗ്ര റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചു. കേസ് NIA കോടതി അടുത്തതായി പരിഗണിക്കും. മതപരിവർത്തന കേസിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ 2 കേരള കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ കീഴ്ക്കോടതിയും സെഷൻസ് കോടതിയും തള്ളി. മനുഷ്യക്കടത്ത് കുറ്റം ചുമത്തിയതിനാൽ കേസ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയുടെ അധികാരപരിധിക്ക് പുറത്താണെന്ന് സെഷൻസ് കോടതി അധ്യക്ഷനായ ജഡ്ജി വിധിച്ചു. കേസ് ഇനി ബിലാസ്പൂരിലെ NIA കോടതി പരിഗണിക്കും. അതുവരെ കന്യാസ്ത്രീകൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരും. ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിന് തീപിടിച്ചു. പത്തനംതിട്ടയിൽ വാഹനത്തിന് തീപിടിച്ച് അപകടം. ശബരിമല തീർത്ഥാടകരുടെ വാഹനത്തിനാണ് തീപിടിച്ചത്. പാലക്കാട് സ്വദേശികളായ 6 അംഗ സംഘം സഞ്ചരിച്ച വാഹനമാണ് തീപിടിച്ചത്. പമ്പാപ്പാതയിൽ അട്ടത്തോടിനും ചാലക്കയത്തിനുമിടയിൽ പ്ലാന്തോട് ഭാഗത്താണ് അപകടം നടന്നത്. സംഭവത്തിൽ ആളപായമില്ല. IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. 4 കളക്ടർമാർ ഉൾപ്പെടെ 25 ഉദ്യോഗസ്ഥരെ മാറ്റി. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായി ഡോക്ടർ K വാസുകിയെയും തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായി S ഷാനവാസിനെയും നിയമിച്ചു. NSK ഉമേഷിനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായി നിയമിച്ചു. ഡോക്ടർ S ചിത്രയെ പൊതുവിദ്യാഭ്യാസ അഡീഷണൽ സെക്രട്ടറിയായി നിയമിച്ചു. V വിഘ്നേശ്വരിയെ കൃഷിവകുപ്പ് അഡീഷണൽ സെക്രട്ടറിയാകും. G പ്രിയങ്ക എറണാകുളത്തിൻ്റെയും MS മാധവിക്കുട്ടി പാലക്കാടിൻ്റെയും പുതിയ കളക്ടർമാരാകും. ചേതൻകുമാർ മീണയെ കോട്ടയത്തും ഡോക്ടർ ദിനേശൻ ചെറുവത്തിനെ ഇടുക്കിയിലും നിയമിച്ചു. ഇൻഫോ പാർക്കിലെ വനിതാ ശുചിമുറിയിൽ ഒളിക്യാമറ. കേസെടുത്ത പോലീസ്. ഇൻഫോ പാർക്കിലെ ശുചിമുറിയിൽ ഒളിക്യാമറ വെച്ചതായി കണ്ടെത്തി. പാർക്ക് സെന്റർ കെട്ടിടത്തിലെ വനിതാ ശുചിമുറിയിലാണ് ക്യാമറ കണ്ടെത്തിയത്. പാർക്ക് സെന്റർ ഡെപ്യൂട്ടി മാനേജർ നൽകിയ പരാതിയിൽ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. ജമ്മു കാശ്മീരിൽ 2 ലഷ്കർ ഭീകരരെ വധിച്ച സൈന്യം. 1 ഭീകരൻ അറസ്റ്റിൽ. ജമ്മു കാശ്മീരിൽ 2 ലഷ്കർ ഭീകരരെ വധിച്ച സൈന്യം. 1 ഭീകരൻ അറസ്റ്റിൽ. നിയന്ത്രണ രേഖയിൽ നുഴഞ്ഞുകയറാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഓപ്പറേഷൻ ശിവശക്തിയുടെ ഭാഗമായി ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയ 3 ഭീകരരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവിന് പിന്നാലെയാണ് സൈന്യത്തിന്റെ ഓപ്പറേഷൻ ശിവശക്തി. ജമ്മുകാശ്മീരിലെ പുഞ്ചിൽ സംശയാസ്പദമായി ചിലരെ കണ്ടുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ശിവശക്തി ആരംഭിച്ചത്. മാലിന്യക്കുഴിയിൽ വീണ അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവം. അന്വേഷണത്തിൽ ഉത്തരവിട്ട മന്ത്രി. അരീക്കോട് മാലിന്യക്കുഴിയിൽ വീണ അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല. അടിയന്തരമായി റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി വ്യക്തമാക്കി. അരീക്കോട് മാലിന്യ സംസ്കരണ യൂണിറ്റിലുണ്ടായ അപകടത്തിൽ 3 അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വികാസ് കുമാർ, സമതലി, ഹിതേഷ് ശരണ്യ എന്നിവരാണ് മരിച്ചത്. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയായിരുന്നു അപകടം. കൊല്ലത്ത് യുവതി ആൺസുഹൃത്തിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ. കൊല്ലം ആയൂരിലാണ് സംഭവം. കാരാളിക്കോണം കോമൺ പ്ലോട്ടിലെ അഞ്ജനയാണ് മരിച്ചത്. ഇന്ന് രാവിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 7 മാസം മുമ്പാണ് നിഹാസ് എന്ന യുവാവിനൊപ്പം അഞ്ജന താമസിക്കാൻ തുടങ്ങിയത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് നിഹാസ്. പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇരുവരെയും വിളിച്ചു വരുത്തിയിരുന്നു. കോടതിയിൽ വെച്ച് യുവാവിനൊപ്പം പോകാനാണ് താല്പര്യമെന്ന് പെൺകുട്ടി അറിയിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരം. എന്നാൽ മരണകാരണം വ്യക്തമല്ല. കുഴഞ്ഞു വീണ് 20 മിനിറ്റ്. ആരും കണ്ടില്ല. ജിമ്മിൽ വ്യായാമം ചെയ്യുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. മുളന്തുരുത്തി പെരുമ്പള്ളി സ്വദേശി ചാലപ്പുറത്ത് രാജാണ് ജിമ്മിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഇന്ന് രാവിലെ 5:30 മുളന്തുരുത്തി പാലസ് സ്ക്വയറിലുള്ള ജിമ്മിലാണ് സംഭവം. ഈ സമയം ജിമ്മിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടെ വ്യായാമം ചെയ്യാൻ ജിമ്മിലെത്തിയിരുന്ന ആളായിരുന്നു രാജ്.
സാധാരണ രാവിലെ 6 മണിയോടെ രാജ ജിമ്മിലെത്താറുള്ളത്. എന്നാൽ ഇന്ന് രാവിലെ 5 മണിയോടെ എത്തി ജിം തുറന്ന് വ്യായാമം ആരംഭിക്കുകയായിരുന്നു. ഇതിനിടെ രാജ കുഴഞ്ഞു വീഴുകയായിരുന്നു. പിന്നീട് ജിമ്മിലെത്തിയവരാണ് രാജിനെ അബോധാവസ്ഥയിൽ കാണുന്നത്. 20 മിനിറ്റോളം തറയിൽ കിടന്ന രാജിനെ 5:45ഓടെയാണ് CPR നൽകി ആരക്കുന്നത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. എന്നാൽ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രാജ്ഭവന് മുന്നിലേക്ക് വായ മൂടിക്കെട്ടി ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് വായ മൂടിക്കെട്ടി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരം കത്തോലിക്ക ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പാളയത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ബിഷപ്പ് കർദിനാൾ ബെസേലിയസ് ക്ലീമിസ് ബാബ അടക്കമുള്ള സഭാ നേതാക്കൾ നേതൃത്വം നൽകി. സന്യാസിമാർ അപമാനിക്കപ്പെടുകയാണെന്നും ന്യൂനപക്ഷ സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ക്രിസ്ത്യൻ സഭകളുടെ സംയുക്ത സമരം.